നല്ല വറുത്തരച്ച കോഴിക്കറി കൂട്ടി പിടി കഴിക്കുമ്പോഴുള്ളൊരു സുഖം പറയാതിരിക്കാൻ വയ്യ. ഇതിപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊരു പിടിയുടെ റെസിപ്പി അപ്ലോഡ് ചെയ്തിരുന്നു. അതിൻ്റെ കൂടെ ഉണ്ടാക്കിയൊരു ചിക്കൻ കറിയാണിത്. ഇതിപ്പോൾ എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്. അപ്പോൾ എന്നാലും ഇതിൻ്റെ കൂടെ ഉണ്ടാക്കിയപ്പോൾ ഞാനൊന്ന് കാണിച്ചെന്ന് മാത്രം. ശരിക്കും വറുത്തരച്ച ചിക്കൻ കറി പത്തിരിയുടെ കൂടെയും നെയ്ച്ചോറിൻ്റെ കൂടെ കഴിക്കാൻ സൂപ്പറല്ലേ. അപ്പോൾ നമുക്ക് ഈ കറി ഉണ്ടാക്കാൻ തുടങ്ങാം. ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു മുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. കാരണം ഒരു 1.5 kg ചിക്കനാണ് ഞാൻ ഈ കറി വെക്കുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് തേങ്ങ അധികം വേണം. പിന്നെ അതിലേക്ക് കറിവേപ്പിലയും കുറച്ച് പെരിഞ്ചീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഗരം മസാല പച്ചയായിട്ട് തന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂണ് കുരുമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ശരിക്കും തേങ്ങ വറുത്തരച്ച് വെക്കുമ്പോൾ ഈ മസാലകളെല്ലാം പച്ചക്ക് തന്നെ ഫ്രഷായിട്ട് തന്നെ ഇതിലിട്ട് വറുത്ത് അരച്ചാലോ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പിന്നെ കുറച്ച് വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയൊക്കെ ചേർത്ത് എല്ലാം കൂടെ ഒന്ന് നല്ലോണം ഒന്ന് വറുത്തെടുക്കുക. ഒരുപാട് ഇങ്ങോട്ട് ബ്രൗൺ കളറാക്കി ഞാൻ വറുക്കണമെന്നില്ല കേട്ടോ. കൂടുതൽ കളറ് മാറുമ്പോൾ കറി കുറച്ച് കറുത്തിരിക്കും. തേങ്ങ നല്ലോണം ഒന്ന് മൊരിഞ്ഞ് വരുമ്പോൾ ഇതിലേക്ക് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇവിടെ ചേർത്തൊന്ന് നല്ലോണം ഒന്ന് മൊരിച്ചെടുക്കുക. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം മതി കേട്ടോ. അപ്പോൾ ആ ചൂടിലിരുന്നതൊന്ന് മൊരിഞ്ഞ് വന്നോളും. ശരിക്കും മല്ലിയും മുളകൊക്കെ വറുത്തിട്ടാണ് മുമ്പൊക്കെ കറി വെക്കുന്നത് അല്ലേ. അങ്ങനെ ഉണ്ടാക്കുമ്പോൾ കറി കൂടുതൽ ടേസ്റ്റ് ആയിരിക്കുള്ളൂ. ഞാനിപ്പോൾ ഈ കറിയിലേക്ക് സവാളക്ക് പകരം ചെറിയ ഉള്ളിയാണ് ചേർക്കുന്നത്. ചെറിയ ഉള്ളി ചേർക്കുമ്പോൾ കറി കൂടുതൽ രുചി കിട്ടും. അപ്പോൾ വെളിച്ചെണ്ണയിൽ തന്നെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. കുറച്ച് കറിവേപ്പിലേക്ക് ഇട്ട്. അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചതച്ചെടുക്കുകയാണ്. ഇതിപ്പോൾ ഇവിടെ ചിക്കനും കഴുകി വൃത്തിയായി കൊണ്ടുവന്നിട്ടുണ്ട് കണ്ടോ. ഇപ്പോൾ ഉള്ളിയും അത്യാവശ്യം വഴന്നു വന്നിട്ടുണ്ട്. ഇത് വഴറ്റിയെടുത്താലേ കൂടുതൽ നന്നായി വരുള്ളൂ. ശരിക്കും ഇത് തിരുമ്മിയിട്ടൊക്കെ കറി വെക്കാറുണ്ട്, എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടില്ലേ. ഞാനിപ്പോൾ എല്ലാം ഒന്ന് വഴറ്റിയെടുത്തിട്ടാണ് വെക്കുന്നത് കേട്ടോ. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു തക്കാളിയും കൂടെ ചേർത്തിട്ട് തക്കാളി നല്ലോണം വഴന്ന് വരണം. ആവശ്യത്തിന് ഉപ്പും ചേർക്കുക. അപ്പോൾ ഈ സമയത്ത് നമ്മൾ മസാല ഞാൻ തിക്കായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് വഴന്ന് കിട്ടിയതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. പിന്നെ നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്ക് പാകപ്പെടുത്തിയെടുക്കാം. അപ്പോൾ കറിയുടെ അളവ് നമുക്കെന്ന് പറയുമ്പോൾ ചിലർക്ക് കുറച്ച് ലൂസായിട്ടുള്ള കറിയായിരിക്കും ഇഷ്ടം, ചിലർക്ക് കുറച്ച് തിക്കായിട്ടുള്ള. അപ്പോൾ അതുപോലെ പാകത്തിന് വെള്ളം ഒഴിച്ചെടുക്കണം. ഞാനിപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് തിളച്ചതിന് ശേഷം ഈ എടുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ കുറച്ച് ചെറിയ പീസായിട്ട് തന്നെയാണ് ഞാൻ കട്ട് ചെയ്തേക്കുന്നത്. കറി ഒന്ന് തിളച്ച് വരുമ്പോൾ തന്നെ ഈ എടുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കുക. ഇനി ഈ മസാല കിടന്നൊന്ന് ചിക്കൻ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ശരിക്കും ഇത് നാടൻ കോഴിയൊക്കെ ആണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കുള്ളൂ വറുത്തരച്ച് വെക്കുമ്പോൾ അല്ലേ. ഇതിലേക്ക് ഫ്രഷ് മസാലയൊക്കെ അരച്ചിരിക്കുന്ന കാരണം കൊണ്ട് തന്നെ നല്ലൊരു സ്മെല്ലായിരിക്കുള്ളൂ കറി തിളച്ച് വരുമ്പോൾ. ഉള്ളി വഴന്നതിൻ്റെയും നല്ല ഫ്രഷ് കറിവേപ്പിലൊക്കെ ചേർത്തിട്ട് നല്ലൊരു സ്മെല്ല് കിട്ടും നമുക്ക് തിളക്കുമ്പോൾ തന്നെ. അപ്പോൾ ഇതിനിടയിൽ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുതേ. പുറത്ത് നല്ല മഴ തകർത്ത് പെയ്യുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ ഇതിനിടയിൽ കറി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അതിൻ്റെ ഇറച്ചി പാകത്തിന് വെന്തിട്ടുണ്ടോ എന്നൊക്കെ നോക്കണം. പിന്നെ ചാറും അത്യാവശ്യം കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് സമയം ചെറിയ തീയിലിട്ട് വെക്കുക. അപ്പോൾ നെയ്യൊക്കെ നല്ലോണം ഒന്ന് തെളിഞ്ഞു വരും. അപ്പോൾ ഈ സമയത്ത് ഉപ്പെല്ലാം പാകത്തിനാണോ നോക്കണം. ടേസ്റ്റൊക്കെ നോക്കിയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കണ്ടോ. അപ്പോൾ കുറച്ച് സമയം ഇരുന്ന് കഴിയുമ്പോൾ കറി അത്യാവശ്യം തിക്കായിട്ട് വരും. ഇപ്പോൾ നമ്മുടെ വറുത്തരച്ച കോഴിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് വിളമ്പുക, കഴിക്കുക, അത്രയേ ഉള്ളൂ. എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. പുതിയ റെസിപ്പി ആയിട്ട് ബൈ.